2.5 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച് ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ഒന്ന് നടക്കാനോ സ്വന്തം കൈകൾ ഉപയോഗിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാനോ വിധി അനുവദിച്ചില്ല. പക്ഷേ വിധിയുടെ ആ ക്രൂരതയ്ക്ക് മുന്നിൽ തളരാൻ ആ മനുഷ്യൻ തയ്യാറായിരുന്നില്ല. പറഞ്ഞു വരുന്നത് പയ്യന്നൂർ തായ്നേരിയിലെ രവീന്ദ്രൻ എന്ന കലാകാരനെക്കുറിച്ചാണ്. തൻ്റെ വായു ഉപയോഗിച്ചുകൊണ്ട് അസാധ്യമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആ മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. വരൂ. ഞങ്ങളെയും കാത്ത് വീടിൻ്റെ വരാന്തയിലിരിക്കുന്നുണ്ടായിരുന്നു രവിയേട്ടൻ. അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു അത്ഭുത ലോകത്തേക്കായിരുന്നു. അവിടെ ഞങ്ങൾ കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങൾ, മനോഹരമായ പോർട്രേറ്റുകൾ, ജീവൻ തുടിക്കുന്ന കണ്ണുകളുള്ള ചിത്രങ്ങൾ. ഈ ക്യാൻവാസുകളിലേക്ക് നോക്കുന്ന ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ ചിത്രങ്ങളെല്ലാം പിറവിയെടുത്തത് വിരൽത്തുമ്പുകളിൽ നിന്നല്ല, പകരം വായ്ക്കുള്ളിൽ ഉറപ്പിച്ചു നിർത്തിയ ബ്രഷിലൂടെയാണ്. ഞാനിപ്പോൾ കൈകൊണ്ട് വരച്ചതാണല്ലോ ചെറുപ്പകാലത്ത്. ഞാൻ 12 വയസ്സിൽ വീണതിന് ശേഷം ശരീരം മൊത്തം തകർച്ചയായി. എന്നിട്ട് ഞാൻ കൈകൊണ്ട് ചെയ്തതാണ്, വർക്ക് ചെയ്തതാണ്, വരക്കലും ചെയ്തു. പിന്നെ കൂടുതൽ വയസ്സ് ഒരു 20-25 ആകുമ്പം എൻ്റെ കൈ തന്നെ എനിക്ക് ഭയങ്കര വെയിറ്റ് കുറവ് തോന്നി. കൈ ചലിപ്പിക്കാനോ കൈ നീട്ടാനോ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ നമുക്ക് ഈ ചിത്രങ്ങളോട് അതിയായ ഒരു താല്പര്യം ചെയ്യും. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഈ ചിത്രം വരെ ചെറുപ്പത്തിൽ വരക്കുന്നുണ്ട്. അപ്പൊ അത് എപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വയ്യാകെ വരുമ്പോൾ നമുക്ക് അതിനോട് വെല്ലുവിളി പോലെ തോന്നും. എന്തായാലും അതൊന്ന് വരക്കണം എന്നില്ല ഒരിത്, കൈ കൊണ്ടെങ്കിൽ അല്ലെങ്കിൽ വായ കൊണ്ടൊന്നും വരക്കണം എന്നില്ല ഒരിത്. പിന്നെ അസോസിയേഷൻ്റെ കാർഡ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഗ്രീറ്റിംഗ് കാർഡ്. ഇങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്നുള്ളത്. അതായത് ഇങ്ങനെ അവസരമായ കലാകാരന്മാർക്ക് ഇങ്ങനെയും പെയിന്റിങ് ചെയ്യാൻ പറ്റുന്നില്ല ഒരിത്. അങ്ങനെ എൻ്റെ അളിയൻ കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ് എനിക്ക് കൊണ്ടുതന്നു, ഇങ്ങനെ അയച്ചു. അപ്പൊ അങ്ങനെ അതിൽ വന്ന ഇതിന്റെ വിവരങ്ങളൊന്നും എനിക്ക് എന്താന്ന് എഴുതുമെന്ന് ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടോന്ന് ആ കാർഡിൽ മൂലം അങ്ങനെ അറിഞ്ഞല്ലാണ്ട് പിന്നീട് എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ ഈ അസോസിയേഷനിലേക്ക് വരാൻ കാരണം കുഞ്ഞുമങ്ങത്തെ KT മാഷാണ്, നാരായണ മാഷ്. രണ്ടര വയസ്സുള്ളപ്പോഴാണ് പോളിയോയുടെ രൂപത്തിൽ വിധി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്തുന്നത്. കൈകാലുകളുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പലരും വിധി എഴുതി. എന്നാൽ കണ്ണീരൊഴുക്കി കാലം കഴിക്കാൻ രവീന്ദ്രൻ തയ്യാറായിരുന്നില്ല. തൻ്റെ ഉള്ളിലെ ചിത്രകാരനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇന്ന് അദ്ദേഹം സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള അസോസിയേഷൻ ഓഫ് മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റ് ആർട്ടിസ്റ്റിന്റെ അംഗം കൂടിയാണ്. ഇത് കേരളത്തിൽ അപൂർവം ചിലർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ചെറുപ്പത്തിലെ നോക്കി വരയ്ക്കുന്ന ഒരു ശീലം വന്നു. അതായത് അധികം ഫോട്ടോസാണ് ഞാൻ അധികം ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസ് ചെയ്യുമ്പോൾ പിന്നെ ഈ മരിച്ചവരുടെ ഫോട്ടോ, പിന്നെ നടന്മാരുടെ ഫോട്ടോ, ഇങ്ങനെ നേതാക്കന്മാരുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കി നോക്കി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അതിലേക്ക് തന്നെ വന്നു പോയി നമ്മൾ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചിത്രകല പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഫോട്ടോ മാഗസീൻ ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ കുറേ പെയിന്റിങ്സ് എൻ്റെ ഇഷ്ടപ്പെട്ട കളർ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ വരച്ച് പഠിച്ചുകൊണ്ട് ഇരുന്നതാണ്. അങ്ങനെ സ്വയം കുറച്ച് കൈവിലാക്കിയതാണ്. പിന്നെ അതിനുശേഷം നാരായണ മാഷ് പരിചയപ്പെട്ടു. മാഷ് വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഇതിൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുമോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാഷ് ഞാൻ പിന്നെ കൈക്ക് തീരെ വയ്യ, ഞാൻ വായയുടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഷ് നിർബന്ധിച്ച് നിർദ്ദേശപ്രകാരം ഗണേശേട്ടനെ കണ്ട് സംസാരിച്ചു. കൈകൾ വഴങ്ങാത്ത ലോകത്ത് വായിക്കൊണ്ട് ബ്രഷുകൾ ചലിപ്പിച്ചു തുടങ്ങി രവിയേട്ടൻ. ആദ്യമൊക്കെ കഠിനമായ വേദനയും പ്രയാസങ്ങളുമായിരുന്നു. എന്നാൽ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം ക്യാൻവാസിനെ കീഴടക്കി. ഇന്ന് കാണുന്ന ഓരോ മനോഹര ചിത്രത്തിന് പിന്നിലും വർഷങ്ങളുടെ കണ്ണീരും അതിലേറെ ദൃഢനിശ്ചയവുമുണ്ട്.
വൈകല്യം എന്നത് മനസ്സിലാണ്, ശരീരത്തിനല്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ കലാകാരൻ. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഏവർക്കും രവീന്ദ്രന്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാമെന്ന് ഈ ചായക്കൂട്ടുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിഷ്വൽ ജേർണലിസ്റ്റ് ആശിഷ് കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.